എല്ലാവർക്കും നമസ്കാരം. കാർപ്പൻട്രി ട്രേഡ് തിയറിയിലെ സെമസ്റ്റർ 1 എന്ന ഭാഗത്തിലെ ഇൻട്രൊഡക്ഷൻ ഓഫ് കാർപ്പൻട്രി ഹാൻഡ് ടൂൾ എന്ന ഭാഗത്തിലെ ക്ലാസിഫിക്കേഷൻ ആൻഡ് യൂസസ് ഓഫ് മാർക്കിംഗ് ടൂൾ എന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. കാർപ്പൻട്രി ഹാൻഡ് ടൂൾസിലെ പ്രധാനപ്പെട്ട ടൂൾസുകളായ മാർക്കിംഗ് ടൂളായ കാർപ്പൻറ്റേഴ്സ് പെൻസിൽ. Carpenter's pencil usually is an oval cross section. Carpenter's പെൻസിലിൻ്റെ ക്രോസ് സെക്ഷൻ്റെ പ്രത്യേകതയാണ് ഓവൽ ക്രോസ് സെക്ഷനാണ്. ട്രേഡ് തിയറി പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കാർപ്പൻറ്റേഴ്സ് പെൻസിലിൻ്റെ ക്രോസ് സെക്ഷൻ. ആൻസർ ഓവൽ ക്രോസ് സെക്ഷനാണ്. നമ്മുടെ വുഡ് വർക്ക്ഷോപ്പുകളിൽ മാർക്ക് ചെയ്യാനും റഫായിട്ടുള്ള മാർക്ക് ചെയ്യാനുമാണ് കൂടുതലായിട്ട് കാർപ്പൻറ്റേഴ്സ് പെൻസിൽ ഉപയോഗിക്കുന്നത്. ഈ ചിത്രത്തിൽ കാണുന്നതാണ് മാർക്കിംഗ് നൈഫ്. മാർക്കിംഗ് നൈഫ് ലൈൻസുകൾ മാർക്ക് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഈ ചിത്രത്തിൽ കാണുന്ന മാർക്കിംഗ് നൈഫിൻ്റെ ഒരു ഭാഗത്ത് സ്ക്രൈബിംഗ് പോയിൻറ്റും മറ്റൊരു ഭാഗത്ത് കട്ടിംഗ് എഡ്ജും കാണാം. നമ്മുടെ വർക്ക് പീസിൽ സോ കട്ട് ചെയ്യാനും ചിസൽ കട്ട് ചെയ്യാനും മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടൂൾ ഉപയോഗിക്കുന്നത്. മാർക്കിംഗ് നൈഫ് ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ മാർക്കിംഗ് ആൻഡ് സ്ക്രൈബിംഗ്. അടയാളപ്പെടുത്താനും വരയ്ക്കാനുമാണ് മാർക്കിംഗ് നൈഫ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നതാണ് സ്റ്റീൽ സ്ക്രൈബർ. സ്റ്റീൽ സ്ക്രൈബർ സോ കട്ട് ചെയ്യാനും ചിസൽ കട്ട് ചെയ്യാനും കൃത്യമായിട്ട് വരകൾ ലൈൻസുകൾ മാർക്ക് ചെയ്യാനാണ് സ്റ്റീൽ സ്ക്രൈബർ ഉപയോഗിക്കുന്നത്. മാർക്കിംഗ് ഗേജ്. മാർക്കിംഗ് ടൂളിലെ പ്രധാനപ്പെട്ട ഒരു ടൂളാണ് മാർക്കിംഗ് ഗേജ്. മാർക്കിംഗ് ഗേജ് ഈസ് യൂസ്ഡ് ഫോർ മാർക്കിംഗ് ലൈൻ പാരലൽ ടു എ ഫേസ് ആൻഡ് എഡ്ജ്, ഗേജിംഗ് വിഡ്ത്ത് ആൻഡ് തിക്നെസ്. മാർക്കിംഗ് ഗേജ് പ്രധാനമായിട്ടും പാരലലായിട്ടുള്ള ലൈൻസുകൾ മാർക്ക് ചെയ്യാനും വരയ്ക്കാനുമാണ് ഉപയോഗിക്കുന്നത്. ട്രേഡ് തിയറി പരീക്ഷകളിൽ മാർക്കിംഗ് ഗേജ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദ്യം വന്നിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം പാരലൽ ലൈൻസ് വരയ്ക്കാനാണ് എന്ന് കൂടി മനസ്സിലാക്കുക. മാർക്കിംഗ് ഗേജിൻ്റെ ഭാഗങ്ങൾ സ്റ്റോക്ക്, ബാർ ഓർ ബീം, സ്പർ ഓർ പിൻ, തമ്പ് സ്ക്രൂ. ഇവിടെ സ്റ്റോക്കിലെ തമ്പ് സ്ക്രൂ ലൂസ് ചെയ്ത് നമുക്ക് ബാർ അല്ലെങ്കിൽ ബീം സ്ലൈഡ് ചെയ്യാവുന്നതാണ്. എത്രയാണോ നമുക്ക് ഡിസ്റ്റൻസ് ആവശ്യം അതിനനുസരിച്ച് തമ്പ് സ്ക്രൂ ടൈറ്റ് ചെയ്ത് ബാർ ഓർ ബീമിനെ ലോക്കാക്കി വെക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നതാണ് മാർക്കിംഗ് ഗേജ് സെറ്റ് ചെയ്തതിന് ശേഷം ലൈൻസ് പാരലലായിട്ട് വരയ്ക്കുന്ന ചിത്രമാണ് ഇപ്പോൾ കാണുന്നത്. നമുക്ക് എത്രയാണോ ഡിസ്റ്റൻസ് ആവശ്യം അതിനനുസരിച്ച് നമുക്ക് തമ്പ് സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്യാവുന്നതാണ്. മാർക്കിംഗ് ഗേജ് പാരലലായിട്ടുള്ള ലൈൻസ് വരയ്ക്കാനാണ് എന്ന് കൂടി ഓർത്തു വെക്കുക. ഈ ചിത്രത്തിൽ കാണുന്നതാണ് മോർട്ടൈസ് ഗേജ്. മാർക്കിംഗ് ഗേജിനെ പോലെ തന്നെയാണ് എ മോർട്ടൈസ് ഗേജ് ഈസ് എ മാർക്കിംഗ് ഗേജ് വിത്ത് 2 സ്പർസ്. മാർക്കിംഗ് ഗേജിനേക്കാളും ഒരു സ്പർ കൂടി മോർട്ടൈസ് ഗേജിൽ അധികമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് 2 ലൈൻസ് ഒരേ സമയം 2 ലൈൻസുകൾ നമുക്ക് വരയ്ക്കാൻ പറ്റും എന്നതാണ് മോർട്ടൈസ് ഗേജിൻ്റെ പ്രത്യേകത. കാർപ്പൻട്രി വർക്കുകളിൽ മോർട്ടൈസ് ചെയ്യാൻ ലൈൻസ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് മോർട്ടൈസ് ഗേജ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത 2 സ്പർ ഓർ പിന്ന് മോർട്ടൈസ് ഗേജിലുണ്ട്. അതേപോലെ 2 ബാർ ഓർ ബീം മോർട്ടൈസ് ഗേജിലുണ്ട്. ഇതിനെ തമ്പ് സ്ക്രൂ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു. സ്റ്റെം ഓർ ബീം ആൻഡ് സ്റ്റോക്ക് മെയ്ഡ് ഓഫ് ബീച്ച് വുഡിലാണ് ഇതിൻ്റെ സ്റ്റെമ്മ്, സ്റ്റോക്ക്, ബീം എല്ലാം നിർമ്മിച്ചിട്ടുള്ളത്. തമ്പ് സ്ക്രൂ മെയ്ഡ് ഓഫ് ബോക്സ് വുഡ്. തമ്പ് സ്ക്രൂ
നമുക്കറിയാം ബാറിനെയും ബീമിനെയും സ്ലൈഡ് ചെയ്ത് ലോക്ക് ചെയ്യാവുന്ന ടൂളാണ് തമ്പ് സ്ക്രൂ. ആ തമ്പ് സ്ക്രൂ ബോക്സ് വുഡ് കൊണ്ടാണ് നിർമ്മിച്ചത്. പിൻ ഓർ സ്പർ മെയ്ഡ് ഓഫ് സ്റ്റീൽ കൊണ്ടാണ് പിന്ന് സ്പറിനെ നിർമ്മിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി വെക്കുക. കാർപ്പൻട്രി ട്രേഡിൽ വുഡിൽ മോർട്ടൈസ് ചെയ്യാൻ മാർക്ക് ചെയ്യുന്ന ഒരു ഉപകരണമാണ് മോർട്ടൈസ് ഗേജ്. ട്രാമൽ പോയിന്റ് ആർ യൂസ്ഡ് ഫോർ ലേയിങ് ഔട്ട് ലാർജർ സർക്കിൾ ആൻഡ് ആർക്ക്. വലിയ വൃത്തങ്ങൾ, വളവുകളെല്ലാം വരയ്ക്കാനാണ് ട്രാമൽ പോയിന്റ് ഉപയോഗിക്കുന്നത്. ഒരു വുഡൻ ബാറ്റൺ അല്ലെങ്കിൽ സ്റ്റീൽ റോഡ്, അതിൽ 2 സ്ലൈഡിംഗ് പോയിന്റുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് എത്രയാണോ ഡിസ്റ്റൻസ് ആവശ്യം അതിനനുസരിച്ച് സ്ലൈഡിംഗ് പോയിന്റുകൾ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് എത്രയാണോ അത്രയും അളവിൽ നമുക്ക് ആർക്കുകളും സർക്കിളുകളും വരയ്ക്കാൻ ഈ ടൂൾ കൊണ്ട് പറ്റുന്നതാണ്. ഈ ചിത്രത്തിൽ നമുക്ക് കാണാം ഒരു വുഡൻ ബാറ്റൺ, അതിൽ 2 സ്ലൈഡിംഗ് പോയിന്റുകൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു സ്ലൈഡിംഗ് പോയിന്റിൻ്റെ മുകൾ വശം നെർലഡ് സ്ക്രൂ നമുക്ക് കൈകൊണ്ട് ലൂസൺ ചെയ്യാനും ടൈറ്റൻ ചെയ്യാനും വളരെ എളുപ്പത്തിൽ സാധിക്കുന്നതാണ്. ഈ നെർലഡ് സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്താണ് നമുക്ക് എത്രയാണോ ഡിസ്റ്റൻസ് ആവശ്യം അത്ര ഡിസ്റ്റൻസിലേക്ക് ഈ സ്ലൈഡിംഗ് പോയിന്റിനെ നമുക്ക് നീക്കി ആവശ്യമനുസരിച്ച് നെർലഡ് സ്ക്രൂ ടൈറ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഈ ചിത്രത്തിൽ കാണുന്നത് ട്രാമൽ പോയിന്റ് ഉപയോഗിച്ചിട്ട് സർക്കിൾ വരയ്ക്കുന്നത് എങ്ങനെയാണ് എന്നാണ്. പാനൽ ഗേജ്. This is just like single marking gauge, but the stem and stalk are long. മാർക്കിംഗ് ഗേജിനെ പോലെ തന്നെയാണ് പാനൽ ഗേജ്. പാനൽ ഗേജിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ സ്റ്റെം ഓർ ബീം 450 mm 450 mm ലെങ്ത് കാണപ്പെടുന്നു. കാരണം കൂടുതൽ വിഡ്ത്തും കൂടുതൽ ലെങ്ത്തുമുള്ള പ്ലാങ്കുകളിൽ മാർക്ക് ചെയ്യാൻ ഈ പാനൽ ഗേജാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ഏറ്റവും കൂടുതൽ നീളമുള്ള സ്റ്റെമ്മുള്ള ഗേജ് ഏതാണെന്ന് ചോദിച്ചാൽ അത് പാനൽ ഗേജ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഈ ചിത്രത്തിൽ കാണുന്നതാണ് കട്ടിംഗ് ഗേജ്. കട്ടിംഗ് ഗേജ് മാർക്കിംഗ് ഗേജിനെ പോലെ തന്നെയാണ്, പക്ഷേ ഇവിടെ പിൻ ഓർ സ്പറിനെ ഫിക്സ് ചെയ്തിട്ടുള്ളത് ഒരു വെഡ്ജ് വെച്ചിട്ടാണ്. നമുക്ക് കാണാം ഈ ചിത്രത്തിൽ ഒരു വെഡ്ജ് കൊണ്ടാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ചിസലിലെ വിങ് കോമ്പസ് ഫോർ സെറ്റിംഗ് ഔട്ട് ആർക്ക് ഓഫ് സർക്കിളും ആർക്കും വരയ്ക്കാൻ നമുക്ക് വിങ് കോമ്പസ് ഉപയോഗിക്കും. പക്ഷേ ട്രാമൽ പോയിന്റ് കുറച്ച് വലിയ ലാർജർ സർക്കിൾ ആൻഡ് ആർക്ക് വരയ്ക്കാൻ ട്രാമൽ പോയിൻ്റാണ് ഉപയോഗിക്കുന്നത്. വിങ് കോമ്പസ് ചെറിയ ചെറിയ സർക്കിളും ആർക്കും വരയ്ക്കാനാണ് ഉപയോഗിക്കുന്നത്. ക്വസ്റ്റ്യൻ വരുമ്പോൾ ഓപ്ഷനുകൾ ചോദ്യം കൃത്യമായിട്ട് വായിച്ചതിന് ശേഷം ആൻസർ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. വിങ് കോമ്പസിൻ്റെ രണ്ടാമത്തെ ഉപകാരം ടു മാർക്ക് കർവുകൾ മാർക്ക് ചെയ്യാൻ, വളവുകളെല്ലാം മാർക്ക് ചെയ്യാൻ. ടു ട്രാൻസ്ഫർ ദ മെഷർമെൻറ്റ് ഫ്രം ദ സ്റ്റീൽ റൂൾ ടു ദ ജോബ്. നമുക്ക് സ്റ്റീൽ റൂളിലെ അളവുകൾ നമ്മൾ ജോബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും വിങ് കോമ്പസ് ഉപയോഗിക്കും.